ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഒരാൾ ഇവിടെ കൊണ്ട് വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ച് മരിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരാളാ, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കേട്ട് ഇവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു വിഷയമാണ്, കർത്താവേ, എൻ്റെ വിവാഹം നടക്കുന്നത് ഏതു പ്രായത്തിലാണെങ്കിലും എന്നെ മദ്യപാനിയായ ഒരാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഇടയാവരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. വിവാഹം നടന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഈ മനുഷ്യൻ മുക്കുടിയനാണ്. കുടിച്ചാ പിന്നെ ഇയാൾക്ക് മാനസിക രോഗമാണ്. സാധാരണ മദ്യം കഴിക്കുന്ന ഒരാളെ പോലെ അല്ല, പിന്നെ അയാൾ വേറൊരു മനുഷ്യൻ. അപ്പൊ എന്നോട് ചോദ്യം ഇതാണ്, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണം. ദൈവം എന്തിന് എനിക്ക് ഈ കുരിശിനെ തന്നു? രണ്ടാമതൊരു ചോദ്യമാണ്, എന്റെ സഹനത്തിൽ ദൈവം എവിടെയായിരുന്നു? ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു വചനമാണ് നിനക്ക് വേണ്ടി കിട്ടിയത്. എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചത് ഇതാണ്, പൗലോസും ശീലാസും ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവർ ജയിലിൽ കിടക്കുന്ന ഒരു വലിയൊരു സഹനം വന്നു. അതുപോലെ നിനക്ക് ഈ സഹനം ദൈവം തന്നത് നിന്റെ ഭർത്താവായ ദൈവത്തെ അറിയാത്ത, പ്രാർത്ഥനയില്ലാത്ത, മദ്യപിച്ചാൽ മനോരോഗിയെ പോലെ പെരുമാറുന്ന, ദേഹത്തേക്ക് തുപ്പുന്ന ഒരു പ്രത്യേക സ്വഭാവ വൈകല്യമുള്ള ഈ മനുഷ്യനെ നിനക്ക് തന്നത് നീ അവനെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ നിനക്ക് ദൈവം തന്ന സഹനമാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ തന്നെ ആ സഹോദരിയുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശം പോലെ, നല്ലൊരു സന്തോഷം പോലെ വന്നു. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയാണെങ്കിൽ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവിനോട് നുണ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, എൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും, വലിയ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വലിയ പ്രശ്നങ്ങളാണ് എനിക്ക് അഭിമുഖീകരിക്കാനുള്ളത്. പക്ഷെ ഞാനൊരു നിയോഗം വെക്കുകയാണ്, ഇവിടെ ഈ ആലയത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വരണം. ആ സഹോദരി പോയി. അപ്പോൾ അതിനുശേഷം മുതൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ തുടങ്ങി. ഭാര്യയുടെ സ്നേഹം മനസ്സിലായ ഒരു സാഹചര്യം ഉണ്ടായി. വലിയൊരു അത്ഭുതമായി മാറി ആ മനുഷ്യൻ. അപ്പോഴാണ് ഈ സഹോദരി പറഞ്ഞത്, എൻ്റെ സഹനത്തിന് അർത്ഥമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഞാനല്ല, മറ്റൊരു സ്ത്രീയാണ് ഈ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ പണ്ടേ ആത്മഹത്യ ചെയ്തേനെ, ഒന്നെങ്കിൽ അല്ലെങ്കിൽ വിവാഹമോചനം നേടിയേനെ. ശ്രദ്ധിച്ചേ, അന്നാ പറഞ്ഞത് ചില സഹനങ്ങൾ എന്തിനാണെന്നറിയോ? ചില ആളുകളെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാൻ.